കർഷക ഉത്പാദക കമ്പനികളിലൂടെ കർഷകർക്ക് കരുത്ത് പകർന്ന് SFAC. അസംഘടിതരായ നാമമാത്ര ചെറുകിട കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുക, ഉത്പന്നങ്ങൾക്ക് നല്ല വില ലഭ്യമാക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കാർഷിക വികസനം സുസ്ഥിരമാക്കുക, കാർഷിക മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക, കാർഷിക ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ 2020 യാഥാർത്ഥ്യമായ കാർഷിക ഉത്പാദന നയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് കേരളത്തിൽ 50 പുതിയ FPOകളുടെ രൂപീകരണവും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 50 കർഷക ഉത്പാദക സംഘടനകളുടെ ശാക്തീകരണവും. സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം അഥവാ SFAC ആണ് FPC രൂപീകരണത്തിനും ശാക്തീകരണത്തിനും ചുക്കാൻ പിടിക്കുന്നത്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ കൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന പദ്ധതികളാണ് SFAC വഴി നടപ്പിലാക്കുന്നത്. SFAC വഴി പ്രധാനമായും നടപ്പിലാക്കുന്ന ഒരു പദ്ധതി MSME യൂണിറ്റുകൾക്ക്, കാർഷിക സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുക, അതേപോലെ തന്നെ ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ കർഷക ഉൽപ്പാദന സംഘടനകളുടെ രൂപീകരണവും ശാക്തീകരണവും അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നു. അതേപോലെ കാർഷിക വിവര സങ്കേതം എന്നൊരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കർഷകർക്ക് കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ദൂരീകരണം നൽകുന്ന അവരുടെ സംശയങ്ങൾക്ക് മറുപടികൾ നൽകാനായിട്ട് ടോൾ ഫ്രീ നമ്പറിൽ ഇവിടെ ഒരു കാർഷിക വിവര സങ്കേതവും പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ 10,000 FPOs എന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള മേൽനോട്ടം നിർവഹിക്കുന്ന SFAC കേരളയാണ്. SFAC കേരള ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന ജില്ലാ തലത്തിൽ PD ആത്മീയയുടെ നേതൃത്വത്തിലും ബ്ലോക്ക് തലത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും പഞ്ചായത്ത് തലത്തിൽ കൃഷി ഓഫീസറുമാണ് ഈ പദ്ധതികൾക്ക് നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ കാർഷിക ബിസിനസ് സംരംഭങ്ങളായിട്ടുള്ള FPCകളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ, ഒരു കാർഷിക ബിസിനസ് എങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന തലത്തിൽ അതിനുള്ള ടെക്നിക്കൽ അഡ്വൈസുകൾ നൽകുന്നതിനൊരു പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റായിട്ട് ഗ്രാൻഡ് തോൺടൺ കൺസൾട്ടിംഗ് ഏജൻസിയായിട്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. അതേപോലെ ജില്ലാ തലത്തിൽ വിവിധ സോണുകളിലായിട്ട് EY, AFC, ICOWA എന്നീ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ FPCകൾക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന ഈ ഏജൻസികളാണ് അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസികളായിട്ട് ഇവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടെ അവർക്കൊരു വിപണി കണ്ടെത്തുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിനും അതേപോലെ അധികമായ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധനവിലൂടെ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ്, വിദേശത്തും സ്വദേശത്തുമുള്ള മാർക്കറ്റിംഗ്, കാലാനുസൃതമായിട്ടുള്ള മാർക്കറ്റിംഗ് മേഖലകളിൽ കൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുന്നതിന് അതേപോലെ കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് കാർഷിക ഉൽപ്പാദന സംഘടനകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശം കൈവരിച്ചിട്ടുള്ളത്. RKV പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായിട്ടാണ് അതിൻ്റെ ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിൽ 48 FPCകളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 12,800-ലധികം ഷെയർ ഹോൾഡേഴ്സായിട്ട് കർഷകർ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. 850ഓളം FIGകൾ രൂപീകൃതമായിട്ടുണ്ട്. നിലവിൽ 43ഓളം കർഷക ഉൽപ്പാദന സംഘടന അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഒരു 16 FPCകൾ പ്രോസസ്സിംഗ് ആരംഭിച്ചിട്ടുണ്ട്. FPCകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. കേരളാഗ്രോ ബ്രാൻഡിൽ അത് വിപണനം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കേരളാഗ്രോ ബ്രാൻഡ് ഷോപ്പായിട്ടുള്ളവ 5 FPCകൾ അവർക്ക് അവിടെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വലിയൊരു മുന്നേറ്റമാണ് കാർഷിക മേഖലയിൽ ഈ FPCകൾ വഴി നടത്താൻ സാധിച്ചിട്ടുള്ളത്. ചെറുകിട കർഷകരുടെ ഈ കൂട്ടായ്മ തുടർന്ന ആളുകളും വലിയൊരു മുന്നേറ്റത്തിലേക്ക് നമ്മുടെ കാർഷിക മേഖലയെ നയിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. പദ്ധതിയുടെ ഭാഗമായി 12,900 കർഷകർ ഉൾപ്പെട്ട് 48 FPCകൾ സംസ്ഥാനത്ത് രൂപീകൃതമായി കഴിഞ്ഞു. ഉത്പാദക സംഘങ്ങളിലൂടെ കർഷകർക്ക് തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനും വായ്പാ ലഭ്യത, സാങ്കേതിക വിദ്യ, വിജ്ഞാന വിനിമയ സേവനങ്ങൾ, ഗുണനിലവാരമുള്ള ഉത്പാദനോപാധികൾ, ഉറപ്പുള്ള വിപണി തുടങ്ങിയ നേട്ടങ്ങൾ സ്വായത്തമാക്കി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ SFAC മുഖേന രൂപീകരിച്ച് കേരളത്തിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ചില FPC മാതൃകകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്.
പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന കൊടുമൺ FPC കാർഷിക വിപണനത്തോടൊപ്പം പ്രാദേശികമായ കൃഷി ശാക്തീകരണത്തിനും ലക്ഷ്യമിടുന്നു. കൊടുമൺ രുചി എന്ന ബ്രാൻഡ് നാമത്തിൽ കീടനാശിനി വിമുക്ത കൊടുമൺ അരി, അവയുടെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ എന്നിവ വിപണിയിലെത്തിക്കുന്നതാണ് FPCയുടെ പ്രധാന പ്രവർത്തനം. 28 രൂപ 30 പൈസ സംഭരണ വില നൽകിയെടുക്കുന്ന നെല്ലിന്റെ വില 7 ദിവസത്തിനുള്ളിൽ തന്നെ കർഷകരുടെ അക്കൗണ്ടിലെത്തും. എനിക്കിവിടെ 6 പറ കണ്ടമുണ്ട്. ഈ 6 പറ കണ്ടത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും കൃഷി ഇറക്കുന്നു. കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ അത് കൊയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കാവും ഇവിടെ കൊടുമൺ കമ്പനിയുടെ റൈസ് നെല്ലെടുക്കുന്ന കമ്പനിക്കാർ ഇവിടെ വന്നിട്ട് നെല്ല് ചെക്ക് ചെയ്തിട്ട് ആ നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കുന്ന സർക്കാർ അനുവദിക്കുന്ന വില പ്രഖ്യാപിച്ചു ഉടൻ തന്നെ അവർ കൊണ്ടുപോയി ഗോഡൗണിൽ വെക്കുന്നു. ഉടൻ തന്നെ അത് കുത്തി 9 സൈസ് അരിയാക്കി ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് കൊടുക്കുന്നു. ആ കർഷകരെല്ലാം വളരെ ഹാപ്പിയാണ്. പിന്നെ ഈ മേഖലയിലെ കൃഷിക്കാരും വളരെ ഹാപ്പിയാണ്. ഈ കൊടുമൺ റൈസിൻ്റെ ഈ കമ്പനി, പ്രൈവറ്റ് കമ്പനിയുടെ ഈ പ്രവർത്തനം ഇവിടുത്തെ ഈ നാട്ടിലെ മുഴുവൻ കൃഷിക്കാർക്കും വളരെ ഹാപ്പിയായി മാറി. ഞാൻ വർഷങ്ങളായിട്ട് നെൽകൃഷി ചെയ്യുന്ന ആളാണ്. എനിക്കിവിടെ നെൽകൃഷി ചെയ്യുന്ന മാത്രമായിട്ട് 1 ഏക്കർ പാടമുണ്ട്. അതിൽ വിത്താണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ്. എല്ലാ വർഷവും കൃഷി ചെയ്യുന്നതാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് അതിൽ നല്ല സഹകരണമുണ്ട്. കൊടുമൺ റൈസിനാണ് ഞങ്ങൾ നെല്ല് കൊടുക്കുന്നത്. നെല്ല് കൊടുത്താൽ ഉടനെ തന്നെ അതിൻ്റെ പൈസയും കാര്യങ്ങളും അതുകൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഭരിക്കുക, അതിനുള്ള പൈസയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രദേശത്തെ 364 ഹെക്ടർ പാടശേഖരത്തിലെ നെല്ലാണ് കൊടുമൺ FPCയുടെ പ്രവർത്തനങ്ങളിലൂടെ കൊടുമൺ രുചിയായി വിഷവിമുക്തമായി വിപണിയിലെത്തുന്നത്. കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി 1.5 ഏക്കറിൽ FPC മുഖേന പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. FPCയുടെ നേതൃത്വത്തിൽ ഇക്കോ ഷോപ്പ്, ഇൻപുട്ട് ഷോപ്പ്, മഞ്ഞൾപ്പൊടി, തേൻ, വെളിച്ചെണ്ണ, നെല്ല് എന്നിവ കേരളാഗ്രോ ബ്രാൻഡ് നാമത്തിൽ വിൽപ്പന നടത്തുന്ന കേരളാഗ്രോ ഷോപ്പ് എന്നിവയും നടത്തുന്നുണ്ട്. 346 ഷെയർ ഹോൾഡേഴ്സും 12 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതിൽ തന്നെ 3 വനിതാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമുള്ള കൊടുമൺ FPCക്ക് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലും 1 കോടി രൂപ വിറ്റുവരവുണ്ടാക്കാൻ കഴിഞ്ഞു. 70 ലക്ഷം രൂപയായിരുന്നു പ്രവർത്തന മൂലധനത്തിനായി ഇവർ വായ്പയെടുത്തത്. 8 സ്ഥിരം തൊഴിലാളികളും 5 ദിവസവേതനക്കാരും ഉൾപ്പെടെ 13 പേരാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. ഇതിൽ 7 പേരും സ്ത്രീകളാണ്. നെല്ലിനു പുറമെ പ്രാദേശിക കാർഷികോത്പന്നങ്ങളായ ചക്ക, വാഴപ്പഴം എന്നിവയും മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നു. നെല്ല് സംസ്കരണ മിൽ, ഹണി കോള വെൻഡിംഗ് മെഷീൻ തുടങ്ങിയ സംസ്കരണ യന്ത്രങ്ങളും FPCക്ക് സ്വന്തമായുണ്ട്. ഈ സംരംഭം ആരംഭിച്ചതിൻ്റെ കൂടി ഭാഗമായി ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ, മായമില്ല, കലർപ്പില്ല, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ബ്രാൻഡുകൾക്കെല്ലാം അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. എല്ലാം മനുഷ്യന് ആവശ്യമാകുന്ന ശുദ്ധമായ ഭക്ഷണങ്ങൾ മായമില്ല, കലർപ്പില്ലാത്ത നിലയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 32 ഇനത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ അഗ്രോ ഷോപ്പിൽ കൂടി വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്നാക്സ് ഐറ്റങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ആണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അതേപോലെ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ, അതിൽ 66 കൃഷിക്കാരെ ചേർത്ത് ഒരു FIG ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവർക്ക് തേനീച്ച കോളനി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ശുദ്ധമായ തേന് അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ആ തേന് കമ്പനി വില കൊടുത്ത് അവരിൽ നിന്നും ശേഖരിച്ചെടുത്ത് അത് സംസ്കരിച്ച് തേന് വിപണനം നടത്തുന്നു. അതേപോലെ ഹണി കോള ഞങ്ങളുടെ ഒരു തേനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. അതിൻ്റെ വിപണനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം അത് ആരോഗ്യകരമാകുന്ന നിലയിൽ മായമൊട്ടുമില്ലാതെ അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി, ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഒരു വീട്ടിലെ ദൈനംദിന ആഹാര ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും, അരി ഉൾപ്പെടെയുള്ള എല്ലാം ഇപ്പോൾ നമ്മുടെ ഇക്കോ ഷോപ്പിൽ കൂടി കൃത്യമായി കൊടുക്കുന്ന സംവിധാനവും ഇതുമായി ബന്ധപ്പെട്ട്
ആരംഭിച്ചിട്ടുണ്ട്. മുൻപരിചയം ഒന്നുമില്ലാതെയാണ് ഇവിടുത്തെ വനിതകൾ, നമ്മുടെ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന വനിതകളെയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അവിടെ നമുക്ക് പരിശീലനങ്ങൾ, ചെറിയ രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുത്തു. ആ പരിശീലനങ്ങളിലൂടെ നമ്മുടെ സ്ത്രീകൾ ഇതിനകത്ത് കുറേ നമ്മുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അവർ കൂടുതൽ പരിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അവർക്ക് ഈ സ്ഥാപനങ്ങൾ അവർക്ക് ഒത്തിരി കൂടെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണയിലാണ് അവർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ എവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥാപനം കൊടുമൺ രുചീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ സാധനങ്ങൾ എവിടെയൊക്കെ എത്തിക്കാൻ കഴിയുമോ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ നല്ലതാണ്, അത് കഴിക്കുന്നവർ നാളെയും ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും നല്ല രീതിയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലെ ആൾക്കാർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ അടിമാലി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന സ്പെസിയ ഇടുക്കി കാർഷികോത്പാദക കമ്പനി. കമ്പനിയുടെ 80% ഷെയർ ഹോൾഡർമാരും സ്ത്രീകളാണ്. 49 ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പും 640 ഷെയർ ഹോൾഡർമാരുമാണ് FPCയിലുള്ളത്. സ്പെസിയ FPCയുടെ കുടക്കീഴിൽ ജാതിക്ക സ്ക്വാഷ്, കാൻഡി, ചക്കവറ്റൽ, അച്ചാർ എന്നിവയുടെ മൂല്യവർദ്ധനവ് നടത്തുന്ന 10 വനിതാ FIGകളും പ്രവർത്തിക്കുന്നുണ്ട്. സ്പീസിയ എന്ന ബ്രാൻഡ് നാമത്തിലാണ് FPC ഉത്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. നെടുംകണ്ടം, ഉപ്പുതോട്, കാൽവരി മൗണ്ട് എന്നിവിടങ്ങളിലാണ് ശേഖരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. മസാല, കറി പൗഡറുകളുടെ ഒരു പുതിയ സംസ്കരണ കേന്ദ്രവും നിലവിൽ വന്നിട്ടുണ്ട്. നഴ്സറി നടത്തിപ്പ്, FIG അംഗങ്ങൾക്കുള്ള മൂല്യവർദ്ധന രംഗത്ത് വിഭവശേഷി പരിശീലനം, ONDC പ്ലാറ്റ്ഫോമിൽ ഓൺബോർഡിംഗ്, ചക്ക, മറ്റ് ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ വലിയ ഉത്പാദന യൂണിറ്റും സ്പീസിയ ഭാവിയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. 2 വർഷ കാലഘട്ടം കൊണ്ട് സ്പേസിയയ്ക്ക് ഈ ഇടുക്കിയിലെ കർഷകരുടെ ഇടയിൽ നല്ലൊരു സ്ഥാനത്തേക്ക് വളരുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെന്ന് പറഞ്ഞാൽ ഇവിടെ വിളയുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തത്. പ്രധാനമായിട്ടും ഒരു സ്പൈസ് പൗഡർ യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീനാമോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ സ്പൈസ് പൗഡറിങ് യൂണിറ്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. 10 തരം പൗഡറുകൾ നമ്മൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വാല്യൂ ആഡഡ് ആക്കി ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, നമ്മുടെ തന്നെ സ്പൈസസ് എടുത്തുകൊണ്ടാണ് ഗരം മസാലയൊക്കെ പ്യുവറായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള കപ്പയെ മൂല്യവർദ്ധിതങ്ങളാക്കിക്കൊണ്ട് കപ്പ ഉണങ്ങിയത്, കപ്പ ഉണങ്ങി പൊടിച്ച് കപ്പ പുട്ടുപൊടി, കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്ത് അവല് കപ്പ, ഇങ്ങനെ തുടങ്ങിയ കപ്പ ചിപ്സ് തുടങ്ങിയ രീതിയിൽ കപ്പയെ മൂല്യവർദ്ധിതങ്ങളാക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വിളയുന്ന ഏത്തക്ക എടുത്ത് ഏത്തക്ക ഉണങ്ങി പൊടിച്ചതുണ്ട്, ഏത്തക്ക ഉണങ്ങിയത് കൊടുക്കുന്നുണ്ട്, ഏത്തക്ക ഉണങ്ങിയത് ചേർത്തിട്ടുള്ളൊരു ഹെൽത്ത് മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചക്ക, പാഴായി പോകുന്ന ചക്കകളെടുത്ത് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സ്പേസിയയ്ക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കർഷകർക്ക് കുറേ അധികം പേർക്ക് ജോലിയുടെ ഒരു സാധ്യതയൊക്കെ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് കുറച്ചും കൂടെ വലുതാകണം, വിപുലമാക്കണം. അതിനുവേണ്ടി കുറച്ചുകൂടി ഔട്ട്ലെറ്റുകളൊക്കെ ഭാവിയിൽ ഉണ്ടായിക്കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ കർഷകരിൽ നിന്നെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു പ്രയത്നം കൂടി സ്പേസിയ നടത്തുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒല്ലൂർ കൃഷി സമൃദ്ധി FPC തൃശൂർ ജില്ലയിലെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ് ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് രൂപീകൃതമായിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള അരിപ്പൊടികളും ഗോതമ്പ് പൊടികളുമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അരിപ്പൊടി, അരി മുരിങ്ങ പുട്ടുപൊടി, ഹെൽത്ത് മിക്സ് പുട്ടുപൊടി, മില്ലറ്റ് മിക്സ് പുട്ടുപൊടി, അരി ചക്ക പുട്ടുപൊടി, ഗോതമ്പ് പുട്ടുപൊടി തുടങ്ങിയവയാണ് അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും പ്രോസസ്സ് ചെയ്ത് തയ്യാറാക്കുന്നത്. അതുകൂടാതെ ഓരോ സീസണിലും മാർക്കറ്റിൽ ലഭ്യമായ വിളകൾ അനുസരിച്ച് കാഷ്യൂ ആപ്പിൾ സോഡ, സിറപ്പ്, മുരിങ്ങയിലപ്പൊടി, മുരിങ്ങയില ക്യാപ്സ്യൂൾ, ചട്നിപ്പൊടി, രസപ്പൊടി, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, വാഴപ്പിണ്ടി, മാങ്ങ, നാരങ്ങ, ഇരുമ്പിൻ പുളി, ചേന എന്നിവ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. SFAC വഴി രൂപീകരിച്ച ആദ്യ 13 FPCകളിൽ ഒന്നാണ്
ഒല്ലൂർ കൃഷി സമൃദ്ധി FPC. FPCയുടെ മറ്റ് ബിസിനസ് പ്രവർത്തനങ്ങളിൽ പ്രാഥമിക സംസ്കരണ യൂണിറ്റ്, ഗ്രാമചന്ത, ഇക്കോ ഷോപ്പ്, ലേലവിപണി, കേരാഫെഡിന് നാളികേര സംഭരണവും വിതരണവും, ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിൽപ്പന എന്നിവയും ഉൾപ്പെടുന്നു. തൃശൂർ ജില്ലയിൽ 6 FPCകളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. നിലവിൽ 350 ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിക്ക് നിലവിലുള്ളത്. പിന്നെ കമ്പനി രൂപീകരിച്ചതിന് ശേഷം നമ്മൾ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി കർഷകർക്ക് എങ്ങനെയാണ് ഒരു വരുമാന മാർഗം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നോട്ട് വെച്ച മെയിനായിട്ടുള്ള വിഷയം. പിന്നെ നമ്മുടെ കമ്പനിയുടെ നമുക്ക് 5 പ്രൊമോട്ടർമാരും 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത്. SFACയും പിന്നെ ABBPA, PMU, PD ആത്മ ഇവരിൽ നിന്നെല്ലാവർക്കും നമുക്ക് ആദ്യം തൊട്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇന്നേ വരെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായി തുടങ്ങിയത് മാന്നാമംഗലം, നമ്മുടെ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ബ്ലോക്ക് തലത്തിൽ മാന്നാമംഗലത്ത് ലേലച്ചന്തയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ആഴ്ചയിൽ ചൊവ്വ, വെള്ളി എന്ന് പറയുന്ന ദിവസങ്ങളിൽ കർഷകർക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പച്ചക്കറികൾ കൊണ്ടുവയ്ക്കുകയും കച്ചവടക്കാർ അത് വന്ന് ലേലം വിളിച്ച് എടുത്തു കൊണ്ടുപോകുന്ന സംവിധാനമാണ് നമ്മൾ അതിൽ ഏർപ്പെടുത്തിയത്. കനിനിറവ് FPC. പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് പ്രവർത്തിക്കുന്ന FPCയാണ് കനിനിറവ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. കൂടാതെ അവരുടെ തന്നെ സ്വന്തം ബ്രാൻഡിൽ കല്ലടിക്കോടൻ വെളിച്ചെണ്ണയും പുറത്തിറക്കിയിട്ടുണ്ട്. ഉയർന്ന ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുക മാത്രമല്ല, ഇത് പ്രാദേശിക കർഷകരെ ശാക്തീകരിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും കൂടിയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. കനിനിറവ് FPC മറ്റ് FPCകളുടെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളും നെല്ല്, തേൻ, വാഴപ്പഴം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്ക്വാഷ്, മറയൂർ ശർക്കര, കുടംപുളി, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുക്ക് എന്നിവയും ഇവരുടെ ഔട്ട്ലെറ്റിൽ നിന്നും വിൽക്കുന്നുണ്ട്. വിപണി വിലയേക്കാൾ ഉയർന്ന വിലക്ക് കർഷകരിൽ നിന്നും ഉത്പന്നങ്ങൾ സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളികേര സംഭരണ കേന്ദ്രവും നിലവിലുണ്ട്. കല്ലടിക്കോടൻ നാടൻ വെളിച്ചെണ്ണ, മരച്ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നിവ കേരള ഗ്രോ ബ്രാൻഡിന് കീഴിൽ ഇപ്പോൾ ലഭ്യവുമാണ്. കനിനിറവ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഒരു കർഷക കൂട്ടായ്മയാണ്. 303 ഷെയർ ഹോൾഡർമാരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ പ്രവർത്തന രംഗത്തുള്ളത്. കേരള ഗവൺമെൻറ് രൂപീകരിച്ച SFACക്ക് കീഴിൽ അനുവദിക്കപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ ഒന്നാണ് കനിനിറവ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. കനിനിറവ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കൃഷിക്കാർക്ക് ന്യായമായ വിലയ്ക്ക് കാർഷിക ഉൽപ്പാദന ഉപാധികൾ ലഭ്യമാക്കുന്നതിന്, ഉയർന്ന തരം കാർഷിക ഉൽപ്പാദന ഉപാധികൾ ലഭ്യമാക്കുന്നതിന് ഒരു ഇൻപുട്ട് സെൻറ്റർ നടത്തിവരുന്നു. നാളികേരത്തിന് വിലത്തകർച്ചയുണ്ടായ സമയത്ത് കേരള സർക്കാർ താങ്ങുവിലയ്ക്ക് നാളികേരം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ കേരഫെഡുമായി ധാരണയുണ്ടാക്കി കൃഷിക്കാരുടെ നാളികേരം സംഭരിച്ച് നാളികേരത്തിൻ്റെ വില ഉയർത്തുന്നതിന് വേണ്ടി കമ്പനിയുടെ പ്രവർത്തനം ഉപകരിച്ചിട്ടുണ്ട്. കൂടാതെ നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. പാചക എണ്ണകളിൽ ഏറെ പരാതി കേൾക്കുന്ന കാലത്ത് മായം കലരാത്ത വെളിച്ചെണ്ണ മാർക്കറ്റിലെത്തിക്കാൻ കനിനിറവ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100% സൾഫർ ഫ്രീ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ 45% ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മരച്ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കമ്പനി വിതരണം ചെയ്തു വരുന്നുണ്ട്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ ബ്ലോക്കിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ 333 കർഷകർ അംഗങ്ങളായിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് വയനാട് ബനാന പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. 2021 സെപ്റ്റംബർ 7-ാം തീയതിയാണ് കമ്പനി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. കമ്പനി ആരംഭിച്ച് ഇന്ന് 3 വർഷം പിന്നിടുമ്പോൾ കമ്പനിയുടെ വിറ്റുവരവ് 3 കോടി രൂപയോളം എത്തി നിൽക്കുന്നു. വാഴക്കുലയുടെ വ്യാപാരത്തിലൂടെയാണ് കമ്പനി ബിസിനസ്സിലേക്ക് കടന്നത്. പിന്നീട്
ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിന്റെ ഭാഗമായി കർഷകർക്ക് ബഞ്ച് കവറുകൾ നൽകിയും ഡ്രോണിന്റെ സേവനം കേരളത്തിൽ ലഭ്യമാക്കിക്കൊണ്ടും ജനശ്രദ്ധ നേടി. വാഴക്കുലയുടെ വ്യാപാരത്തിൽ പൊതുമാർക്കറ്റ് വിലയേക്കാൾ 50 പൈസ മുതൽ 1.5 രൂപ വരെ അധികം നൽകിയാണ് വാഴക്കുല കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കമ്പനിയുടെ ലാഭം 16 ലക്ഷം രൂപയാണ്. ഇതിലൂടെ കമ്പനി സ്വന്തമായി 25 സെന്റ് സ്ഥലം വാങ്ങിക്കുകയും അതിൽ പാക്ക് ഹൗസ്, കോൾഡ് സ്റ്റോറേജ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും FPCയുടെ പദ്ധതിയിലുണ്ട്. കാർഷിക മേഖലയിൽ കർഷകരുടെ കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഉതകുന്ന രീതിയിലാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ. നിലവിൽ കമ്പനിയിൽ 8 ഡയറക്ടർമാരും സിഇഒയുമാണ് ഉള്ളത്. 2021 കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷം 2022 കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ബനാനയാണ്, നേന്ത്രവാഴക്കുലകളാണ്. അത് ഒരു പരിധിവരെ കർഷകർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022 ബനാന ബിസിനസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് 22 രൂപയുള്ള സമയത്ത് ബനാന അധിക വില നൽകി കൃഷിക്കാർക്ക് നൽകി ബനാന ശേഖരിക്കുകയും അത് സപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം വയനാട്ടിലെ ബനാനക്ക് 45 മുതൽ 50 രൂപ വരെ വില എത്തിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കർഷകർക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റാണ് കമ്പനി നൽകിയത്. ഈ വിജയകഥകളെല്ലാം സൂചിപ്പിക്കുന്നത് കർഷക ഉത്പാദന സംഘടനകൾ വഴി മൂല്യവർദ്ധന വിപണന സംരംഭങ്ങൾ, കർഷകർ എന്നിവർക്ക് ഒത്തൊരുമിക്കാനും അവരുടെ ഉത്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കാനും ഈ ഉത്പന്നങ്ങൾ കേരള ബ്രാൻഡ് ചെയ്ത് സ്വദേശത്തും വിദേശത്തും വിൽക്കുന്നതിനും SFAC മുഖേനയുള്ള പ്രവർത്തനങ്ങൾ വഴിതെളിക്കുന്നു എന്നതാണ്. കർഷകന് ഉത്പന്നങ്ങൾക്ക് യഥാർത്ഥ വില ലഭിക്കുന്നതിനോടൊപ്പം ഓഹരിക്കനുസൃതമായ ലാഭം കർഷകന്റെ കൈകളിൽ തന്നെ എത്തിച്ചേരുന്ന തരത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതികളിലൂടെ കർഷക ശാക്തീകരണത്തോടൊപ്പം നാടിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ്.